So, നമ്മുടെ road show, I got another family. Let me ask the question to them. Hi, guys. Hi. Hi. What's your name? Sahil. Shakil. Sahil. Shakil. Yeah. Yes. Aisha Miznan. Aisha Mizna. Farzana. Fazana. You're from I'm from Mangalore, India. Bangalore, India. Yeah. Okay. You're studying in which class? I'm in 5th. Fifth. And you? I'm working. Working. Yeah. Okay. I thought he is in college or something. That's why I asked. And you're working here in the mom or? FMCA company. Oh, okay. So, how is life? Good. Are you sure? Yeah. How is the exams going on? Good. I think you're in Indian school, right? Indian school, So right now they have exams. That's why I asked. Okay. So let me ask a funny question as a part of road show. Like I will ask a funny question. If you say the right answer, I'll give a small gift. Okay. You know ladder? Ladder. Have you ever get into the ladder? Yeah. Huh? And mama say no, no, no. That time you also climbed, right? Yeah. So my question is, girl climb the ladder. Hmm? It's a length is like what I say 100 feet or something. Okay, but she fell off, but she didn't get any hurt or something. Doll. No, What? let me ask you. Brooklyn? Yeah, a girl fell Girl. off. Yeah, a girl fell off from 100-foot ladder, but didn't get hurt. Because it was a grass. No. Let me ask it one more time. A girl fell off a 100-feet ladder but didn't get hurt. How come? ஒரு பெண்ணு 100 feet ladder இருந்தாங்க. அவங்க கட்டிருந்தாங்க. എന്തുകൊണ്ട് തമിഴ് ഓർ മംഗലാപുരം മംഗലാപുരം ആ ഒരു കുളന്തൈ അല്ലെ ഒരു Girl. പെണ്ണ് ലാഡറിന് എന്താ നിങ്ങളുടെ ഭാഷയിൽ ലാഡർ മലയാളത്തില് ഏണി ഓക്കെ ഏണി കേറുവാണ് അങ്ങനെ വിചാരിക്കാം പക്ഷെ ആ പെണ്ണ് അല്ലെ ഏണിയിൽ നിന്ന് വീണപ്പോ ഒന്നും പറ്റിയില്ല വേദനയൊന്നും എടുത്തില്ല എന്താ കാരണം സിമ്പിൾ ക്വസ്റ്റ്യൻ എന്തെങ്കിലും She fell off the bottom of the step. യെസ് റൈറ്റ് ആൻസർ അല്ലെ അപ്പൊ ബ്രദർക്ക് ഒരു നല്ല ക്ലാപ്പ് കൊടുക്കുക ബിക്കോസ് യു വാസ് സേയിങ് ദ റൈറ്റ് ആൻസർ സോ ഒരു ചെറിയ ഗിഫ്റ്റ് നമ്മുടെ ഹൈപ്പർ അൽവഫയുടെ ഭാഗമായിട്ട് കൊടുക്കട്ടെ ഇറ്റ്സ് ഓക്കെ അല്ല ഇറ്റ്സ് ഓക്കെ നിങ്ങൾ ഷെയർ ചെയ്തോ ഓക്കെ താങ്ക് യു സോ മച്ച് ഓക്കെ ഹാപ്പി ഷോപ്പിംഗ് വിത്ത് ഹൈപ്പർ അൽവഫ ആ എന്താ ചിരി എന്നെ ഇങ്ങനെ മാടി വിളിക്കുമായിരുന്നു ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കും ഞാനിപ്പോൾ ആൻസർ പറയാന്ന് പറഞ്ഞിട്ട് എന്താ പേര് ഇസ്രത്ത് ഫൈഹ ഫാത്തിമ മുഹമ്മദ് സ്വാലിഹ് ഇവരെല്ലാരും പേര് പറയുമ്പോഴേ ഫുൾ നെയിമാ പറയുന്നത് എനിക്കൊന്ന് സ്കൂളില് അങ്ങനെ പഠിച്ചിട്ടായിരിക്കുന്നു അവരുടെ പേരെന്താ ഇസ പറയാറായിട്ടില്ല അല്ലേ എന്റെ പേര് നാളെയാണോ ബർത്ത്ഡേ അയ്യോ ഹാപ്പി ബർത്ത്ഡേ അഡ്വാൻസ് എന്ത് ബർത്ത്ഡേ നമുക്ക് പാല് കുടിക്കണം ഉറങ്ങണം കുറച്ചു നേരം കളിക്കണം അല്ലേ ഇതിനെ റിപ്പീറ്റ് എന്താ പേര് ഷെഹിന സോ നിങ്ങള് ഇതൊക്കെ ആരുടെയൊക്കെയാണ് അതോ വേറെ ഫ്രണ്ട്സിന്റെ ഒക്കെയാണോ ആ വേറെ ഉണ്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ആണോ വന്നേക്കുന്നത് എല്ലാ ആഴ്ചകളിലും ഷോപ്പ് ചെയ്യാൻ വരാറുണ്ട് ഹൈപ്പർ അൽവഫയിൽ തന്നെയാണ് ദമാമിലാണോ താമസിക്കുന്നത് ആ മൈക്കിൽ സെലിബ്രേറ്റ് ചെയ്യാൻ റിയാദിൽ നമ്മുടെ ഹൈപ്പർ അൽവഫ ഉണ്ട് അവിടെ പോകാറുണ്ടോ എങ്ങനെയുണ്ട് ദമാം കൊള്ളാം വന്നപ്പം കൊള്ളാം ഇവിടെ പിടിച്ച് നിർത്തുന്നോ നിങ്ങള് റിലേറ്റീവ്സ് ആണ് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇപ്പൊ കേട്ടു സോ ദമാമിലെ ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയുണ്ട് റിയാദിലും ഇതുപോലെ തന്നെ വലിയ വ്യത്യാസം ഇല്ലല്ലോ ഒരു 400 കിലോമീറ്റർ വ്യത്യാസമല്ലേ ഉള്ളൂ അല്ലേ ഭയങ്കര ചിരിയാണ് കണ്ടപ്പോ ഇവിടെ ഇഷ്ടപ്പെട്ടോ സ്കൂളിലൊന്നും പോട്ടെ അവിടെ നിന്നോ എന്നാ ഏത് ക്ലാസ്സിലാ 2ാം ഏത് ക്ലാസ്സിലാ രണ്ടുപേരും സെയിമാ അല്ലേ ഇതാരാ ഈ താജ്മഹലൊക്കെ പണിഞ്ഞെന്നേ ഉമ്മച്ചിക്ക് ഒരു പണിയില്ലാതിരിക്കുകയാണ് അല്ലേ ഇത് തന്നെ ഒരു പണിയാണ് ഇടയ്ക്ക് ഇവിടുന്ന് സമയം കിട്ടുന്നു സോ ഞാൻ നമ്മുടെ ഹൈപ്പർ അൽവഫയുടെ ഒരു റോഡ് ഷോയുമായിട്ട് വന്നേക്കുവാണ് ഞാനൊരു കൊച്ചു ക്വസ്റ്റ്യൻ ചോദിക്കും ടീച്ചറാന്ന് വിചാരിച്ചോ ക്വസ്റ്റ്യൻ ചോദിക്കും ആൻസർ പറയുകയാണെങ്കിൽ ഒരു ചെറിയ ഗിഫ്റ്റ് ഓക്കെ എത്ര ഡേയ്സ് ഉണ്ട് ഒരു വീക്കിൽ
7 ഉറപ്പാണേ? എത്ര ഡേയ്സ് ഏതൊക്കെയാന്നൊന്ന് പറയാമോ? ഏത് ഡേയ്സ് ഏതൊക്കെയാ? അത്ര ഉണ്ട്. ഇവിടെ ഒന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു അല്ലേ? അറിയാം. പിന്നെ കൊച്ചു പിള്ളേർ പറഞ്ഞോട്ടെ, ഞാനിങ്ങനെ ഏട്ടനെ പോലെ നിൽക്കാം എന്ന് കരുതി ചേട്ടൻ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുവാണ്. അപ്പോ എന്റെ ക്വസ്റ്റ്യൻ ഇതല്ലായിരുന്നു. എന്റെ ക്വസ്റ്റ്യൻ, യഥാർത്ഥ ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? നിങ്ങൾ സന്തോഷിച്ചില്ലേ ഇതാന്ന് വിചാരിച്ച് ഇവരോട് ചോദിച്ചു ഇപ്പൊ സമ്മാനം കിട്ടുന്നു പറഞ്ഞ് കാത്തു നിന്ന്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നെയിം 4 days of the week that start with letter T. ക്വസ്റ്റ്യൻ മനസ്സിലായില്ല? ഇനി എനിക്ക് ഒരു 4 ദിവസം എനിക്ക് കിട്ടണം. ടി എന്ന് പറഞ്ഞ ആൽഫബറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന. സൺഡേ മൺഡേയിൽ ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഡേ ഉണ്ടോ? ട്യൂസ്ഡേ ഉണ്ട്. ഓക്കെ, വേറെ ഏതെങ്കിലും? തേഴ്സ്ഡേ. ഇനി എനിക്കൊരു 2 എണ്ണം കൂടെ വേണം. നമുക്ക് സൺഡേ 2 എന്നാക്കിയാലോ? വേണോ? വേണ്ട. ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? വല്യേട്ടൻ ബ്രദർ അല്ലേ? വല്ലതും ഉണ്ടോ നമുക്ക് പറയാനുണ്ടോ? നമുക്ക് ടി വെച്ച് ഈ ആഴ്ചയിൽ 2 ദിവസം കൂടെ കിട്ടണം. അതായത് ഇവര് ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേ പറഞ്ഞു, അതുപോലെ എനിക്ക് 2 ദിവസം കൂടെ വരണം. നമ്മൾ ഉപയോഗിക്കുന്നതാ. ഇവര് ഗൂഗിൾ അങ്ങാണ്ട് സെർച്ച് ചെയ്ത് ഇവിടെ ഓൾറെഡി ആൻസർ റെഡിയാണ്. ഇവിടെ ചോദിക്കണ്ടായിരുന്നു. കറക്റ്റാ. ഇതിപ്പോ വിചാരിക്കുന്നു ഞങ്ങൾ ഇത് നേരത്തെ പറഞ്ഞു വെച്ചേക്കുന്നല്ല, ഇവരിവിടുന്നതിന് മുമ്പേ പയറ്റി തെളിഞ്ഞ സംഭവങ്ങളാണ്. സോ അതുകൊണ്ട് ഇവര് 2 ആൻസർ പറഞ്ഞു, ഇവർ 2 ആൻസർ പറഞ്ഞു. ആർക്ക് ഗിഫ്റ്റ് കൊടുക്കണം? ആ കാര്യത്തിലോ എനിക്ക് ഒരു സംശയമില്ല. അല്ല, 2 പേരും പറഞ്ഞു. അതുകൊണ്ട് അപ്പൊ ഇത് 2 പേരും കൂടെ ചേർന്ന് പിടിച്ചോ, ഒരു സ്മോൾ ഗിഫ്റ്റ്. ഓക്കെ, താങ്ക് യു. സോ നമ്മുടെ റോഡ് ഷോയിൽ എനിക്ക് അടുത്ത ഒരു അടിപൊളി ഒരു ബിഗ് ഫാമിലിയിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഹായ് ഗായ്സ്. ഹലോ. ഇത് ഞാൻ ഈ വീട്ടിലേ അല്ലാന്ന് പറഞ്ഞാ മാറി നിൽക്കുന്നത്. ഈ വീട്ടിലാണ്. എന്താണ് പേര്? എന്തോ? മുഹമ്മദ് ഷെയാൻ. കറക്റ്റ്. ബർമ എന്നൊക്കെ ഞാൻ കേട്ട ആദ്യം. എന്ത് പേര്? ഷെസ മറിയം. ഓ, നൈസ് നെയിം. മുഹമ്മദ് ഷാരിഖ്. അപ്പൊ ആക്ച്വലി മുഹമ്മദ് എന്നാണോ വിളിക്കേണ്ടത് അതോ രണ്ടാമത്തെ നെയിമാണോ? ഷാരിഖ്. വിളിക്കണം. എന്റെ പേര് സജീറ. മുഹമ്മദ് സമീർ. ഇപ്പൊ മനസ്സിലായി ഇത് എവിടുന്നാ വന്നേന്നുള്ളത്. 1 2 3 അല്ലേ? ഈ പല്ലൊക്കെ ആര് കൊണ്ടുപോയി? എല്ലാം നല്ല ചിരി. ഒന്ന് ക്ലോസ് പെടുത്തേ കാണിച്ച. ഈ അതാ എല്ലാ പല്ലും അവിടെ ഉണ്ട്. ചോക്ലേറ്റ് കഴിച്ചിട്ടാണോ? പാവം. എത്ര വയസ്സുണ്ട് മോന്? 4 വയസ്സായി. സ്കൂളിൽ പോയി തുടങ്ങി? ഏത് സ്കൂളിലാ? ഇന്റർനാഷണൽ സ്കൂൾ. ഏത് ക്ലാസ്സിലാ? 1ലോ? ഏത് ഡിവിഷനാ? സെഡോ? ഞാൻ എന്താ ഇത്രയും ചോദിക്കുന്നറിയോ? ഐ ഹാവ് എ സൺ ഹു ഈസ് ഇൻ 1X. കണ്ടിട്ടുണ്ടോ? ഇവിടെ എവിടെയോ ഉണ്ട്. ഹാവ് യു സീൻ ഹിം? he is in 1X. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഇംഗ്ലീഷ് എക്സാം? ചമ്പ എന്താ കൊടുത്തത് മമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട്? വേണ്ട, വെറുതെ ഞാൻ ചോദിച്ച് കൊച്ചിനെ വിഷമിപ്പിക്കണ്ട. സോ ഞാൻ നമ്മുടെ റോഡ് ഷോയുടെ ഭാഗമായിട്ട് ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ആൻസർ പറയുകയാണെങ്കിൽ സമ്മാനം തരും. വെറുതെ ഒന്നും നമ്മൾ സമ്മാനം തരത്തില്ല. ആൻസർ പറയണം. റെഡിയാണോ? അങ്കത്തിന് റെഡി? യെസ്. അപ്പോ മണിനാഥം മുഴങ്ങട്ടെ. ഇവിടെ അങ്ങനൊന്നും ഇല്ല. പക്ഷെ നമ്മളങ്ങ് ചോദിക്കാണ്. മണിനാഥൊക്കെ വിചാരിച്ചിരിക്കുക ഇല്ല. ഓക്കെ, ഹൈപ്പർ അലോക്കല്ലേ? എന്നും നിങ്ങൾ വീക്കെൻഡ് ഷോപ്പിങ്ങിന് ആണോ പ്രിഫറൻസ് കൊടുക്കുന്നത് അതോ ഡെയിലി എന്തെങ്കിലും തീരുമ്പോൾ ചടി വരുന്ന? നമ്മുടെ ഓഫേഴ്സ് ഒക്കെ ഇടുന്നത് നോക്കാറുണ്ടോ? പിന്നെ നമുക്ക് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിലൂടെ നമുക്ക് അപ്ഡേറ്റ്സ് ഒക്കെ വരും. ഞങ്ങളെ പോലെയുള്ള പാവങ്ങളൊക്കെ വീഡിയോ ചെയ്യും, അങ്ങനെ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ നോക്കണം കേട്ടോ. എനിക്ക് വേണ്ടി ഇവൻ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ പേരിൽ ഫോൺ കിട്ടുമല്ലോ. അങ്ങനെ കറക്റ്റ്. നമുക്കിതൊക്കെ അറിഞ്ഞൂടെ? നമുക്കും ഇല്ലേ ഒരെണ്ണം വീട്ടില്. സോ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്,
ഒരു കണ്ണുണ്ട്, പക്ഷെ ആ കണ്ണുകൊണ്ട് ഒന്നും എനിക്ക് കാണാൻ പറ്റത്തില്ല. ഞാൻ എന്താണ്? നമുക്ക് രണ്ടുണ്ടടക്കം ഒന്നും കാണുന്നില്ല. അയ്യ, നിങ്ങൾ ആക്ച്വലി 4 പേരും കണ്ണാടി ഫാമിലി അല്ലേ? ഞാൻ ഇപ്പോഴേ വരാതിരിക്കട്ടെ. എന്തുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കണ്ണുണ്ട്. ഇറ്റ്സ് എ ഫണ്ണി ക്വസ്റ്റ്യൻ. ക്ലൂ ക്ലൂ ക്ലൂ. ഇതും കൊണ്ട് ഇതിനെ പോയി നമ്മൾ കെയർലെസ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ മുറിയും. വലിയ ക്ലൂവാ. കത്തിയോ? കത്തിക്ക് എവിടെയാ കണ്ണ്? ഇവര് എനിക്ക് തോന്നുന്നു ഇവര് ഫാമിലി ആയിട്ട് ഇവിടെ ഈ അൽവഫയിൽ വരുന്ന ഫാമിലീസിനെല്ലാം ഭയങ്കര ബുദ്ധിയാണ്. ഇത് കറക്റ്റ് ആൻസർ ആട്ടോ. പുള്ളിക്ക് ഇതുവരെ കത്തിയിട്ടില്ല മനുഷ്യ. സൂചി. ആ ഹോളിനെ നമ്മൾ കണ്ണെന്നല്ലേ പറയുന്നത്. ഇങ്ങനെ സൂചിയും നൂലും തയ്ക്കുക കേട്ടിട്ടുണ്ടോ? അതുവല്ലം ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? സിനിമയിലോ വല്ലോ കണ്ടിട്ടുണ്ടോ? അപ്പോ കറക്റ്റ് ആൻസർ പറഞ്ഞ ഉമ്മച്ചിക്ക് കൊടുക്കട്ടെ? വേണ്ട, നിങ്ങൾക്ക് തരാം. ഉമ്മച്ചി എല്ലാവരും ചേർന്ന് പിടിച്ചോ. ഒരു കൊച്ചു ഗിഫ്റ്റ് ആണ് നമ്മുടെ ഹൈപ്പർ അൽവഫയുടെ ഭാഗമായിട്ട്. എനിവേസ് താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പൊ ഇനിയും ഷോപ്പിംഗിൽ എവിടെയെങ്കിലും ഒക്കെ വെച്ച് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. ഹാപ്പി വീക്കെൻഡ് ഗൈസ്. ബൈ. സോ നമ്മുടെ റോഡ് ഷോയിൽ എനിക്ക് കുറച്ച് ക്യൂട്ടീസിനെ കിട്ടിയിട്ടുണ്ട്. അവരുടെ ഫാദർ ആക്ച്വലി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പറഞ്ഞ് പിടിച്ചിട്ട് വന്നതാണ്. നമുക്ക് അവരോട് ചോദിച്ചാലോ? ഹലോ. Hello. Hi, what's your name? My name is Ayana. Ayana. Your name? Anam. Anam. Oh, I have a friend. Her name is Anam. Anam Pasha. My name is also Anam. Ah, yeah, that's why I said. What's your full name? Ayana Junsi Surre. Oh my God, what is that? Oh, Sulkit. Okay. My father's name is Sulkit. Okay, I know that. So, Anam, how are you? Where is your mama? In a house. In your house? Yes. Okay, so you two came with Baba? Okay, Baba got you ice cream? Go. Oh, cow. Okay, so you got chocolate? Yes. Yes. So many chocolate. Oh my God. What a nice Baba you got. We buy almond, that is for healthy. Almond chocolate? No, almond. Animal. Almond. Badam. Yeah, badam. Okay. So, shall I ask you a question? Are you ready to answer? Okay. Which room has no walls? You know room? Room. You have bedroom, right? Yes. Study room, classroom, right? I have a classroom in my mother is Study. teacher. Ah, okay. So she has a classroom. My question is, every room has walls, right? You know walls? But this Diwal. Okay, but this has no walls. What is mean? It's mean. It's your teacher there. Yeah. So I will give a clue. It's a vegetable. Just think. It has room. It has room. I don't understand actually your question. It has room, but there is no walls. Okay. I'm a vegetable. Vegetable. Okay, I'm a vegetable. I have vegetable in my home. Yeah. Maybe your mama make this curry, vegetable curry with fruit. With this fruit, maybe your mama will make some. My mother. Yeah, this vegetable looks like an umbrella. Sometimes it looks like an umbrella. Sometimes my mother take umbrella. No, hello, miss. Hello, miss. I'm asking a question. You have to answer it. Anam, you have any idea? I understand that is white color, but I don't know the name. You don't know the name. Maybe you can say in Hindi. No problem. I just need the answer only. This is a vegetable, and I look like. It's soft, right? Yeah, it's And very white soft, color. white color. Yes. But I not. It's called mushroom. Mushroom. Yes, right answer. See, with Baba's help, you got the answer. Okay, so you should eat vegetables. Are you Yeah. eating vegetables? I eat carrot.
carrot. Only carrot? Tell teacher not eating vegetable. Only she need fish, chicken, and mutton. That's No, why you don't know mushroom. You need healthy. You should eat food, vegetable okay? also Healthy. right? It's also healthy. Healthy? No, Really? you need Why, how come Yeah. you don't know mushroom? My Yeah, father gave me a mushroom. We not eating mushroom. Mushroom, regular. okay. But at least you Okay, should thank learn you, Seva vegetables name, okay? Yeah, which standard you are? Tell the teacher. You're in which class? First time. First standard. Okay. So here is a small gift for you and your Anam. Okay? Okay, for both. Thank you, thank you so okay, much. give it to her also. നമ്മുടെ റോഡ് ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മൈക്കായിട്ട് വരുന്നത് കാണുമ്പോഴേ ഫാമിലീസ് എല്ലാം ഓടുവാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ വല വീശി പിടിച്ച് ഇന്ന് എനിക്ക് 3 പേരെയും കൂടെ കിട്ടിയിട്ടുണ്ട്. എവിടൊക്കെയോ കണ്ട് നല്ല പരിചയമുള്ള മുഖങ്ങൾ അല്ലേ? ഇവളൊക്കെ വലുതായി പോയി. ഇത്രേ ഉള്ളായിരുന്നു പണ്ട് ഞാൻ കണ്ടപ്പോ. ഞാനൊക്കെ മുകളിലോട്ട് പോകുന്നില്ല, സൈഡിലോട്ട് മാത്രമേ വികസിക്കുന്നുള്ളൂ. ഇപ്പൊ ഏത് ക്ലാസ്സിലാ മോള്? 12th. ഓ മൈ ഗോഡ്. സോ ഞാൻ റോഡ് ഷോയുടെ ഭാഗമായിട്ട് ഒരു ക്വസ്റ്റ്യനായിട്ട് ഇറങ്ങിയിട്ടാണ്. നമ്മുടെ ഹൈപ്പർ അലോഫയുടെ പേജൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഉണ്ട് അല്ലേ? ഉണ്ട്. സോ ഞാനൊരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി, നമ്മളൊരു മുറിയിലാണ്. നമ്മളല്ല, നിങ്ങൾ ഒരു മുറിയിൽ. അതിന് വിൻഡോ ഇല്ല, ഡോറില്ല, റൂഫും ഇല്ലെന്നങ്ങ് വിചാരിച്ചോ. അതിലിങ്ങനെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ മുറിയിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഈ മുറിയിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടും? അങ്ങനെയൊക്കെ അങ്ങ് വിചാരിച്ചോ, ഇമാജിൻ ചെയ്തോ. ഇമാജിൻ അല്ലേ? നമുക്കൊരു ഹോൾ ഇട്ടാലോ എന്നല്ലേ ഇപ്പൊ ചിന്തിക്കുന്നത്? എനിക്കറിയാം ഇത് നിനക്ക് തന്നെ ചിന്തിക്കോ. പറയിച്ചി എന്തെങ്കിലും ഇല്ല. ചിന്തിക്കല് നിർത്തിയാ പോരാ. അത് മതിയല്ലേ? അപ്പൊ രക്ഷപ്പെടാം. ഓക്കെ, ശരിയാണ്. ഇത് ഭയങ്കര സംഭവങ്ങളാണ്. ഇവർ 3 പേർക്കും ഞാൻ സമ്മാനം കൊടുക്കുമല്ലോ എന്ന് വരുമ്പോൾ നിങ്ങൾ അങ്ങനെ സമ്മാനം കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ അതൊക്കെ സെറ്റ് ആയില്ലേ? പിന്നെ ഒരാൾക്ക് മാത്രം സമ്മാനം കിട്ടുമെന്നങ്ങ് വിചാരിക്കാം. അപ്പൊ ഒരു ചെറിയ ഗിഫ്റ്റ് നമ്മുടെ ഹൈപ്പർ അൽവഫയുടെ ഭാഗമായിട്ടുണ്ട്. ഒരു സമ്മാനം കിട്ടുമെന്നങ്ങ് വിചാരിക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ ഒരു സമ്മാനം അങ്ങോട്ട് കിട്ടി. കൺഗ്രാറ്റുലേഷൻസ്, ആൻസർ കറക്റ്റായിട്ട് പറഞ്ഞു. ഹാപ്പി വീക്കെൻഡ്. ഇനി അങ്ങ് അടിച്ചു പൊളിച്ച് ഷോപ്പ് ചെയ്തോ. ഓക്കെ ഓക്കെ ദെൻ ബൈ. So guys, it's time to wind up today's road show and I will be back in next week with lots of funny questions and amazing gifts. So until then, stay tuned and this is Donna and I'm out.